അപ്പോൾ എന്തു വന്നു? പ്രതീക്ഷയോടുകൂടെ സ്നേഹം വന്നാൽ പ്രതീക്ഷ പൂർത്തീകരിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുള്ളൂ. ഇംഗ്ലീഷിൽ ഇതിന് പറയും കോൺട്രാക്ച്വൽ ലവ് എന്ന്. കോൺട്രാക്ട് ബേസിലുള്ള ലവ്. എന്താ അത്? ഒരു കോൺട്രാക്റ്റാണ്. എനിക്ക് നിന്നെ ഇതൊക്കെ സാധിപ്പിച്ചു തരണം, ഞാൻ നിനക്ക് ഇതൊക്കെ സാധിപ്പിച്ചു തരാം. അപ്പം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ബന്ധം തുടരുള്ളൂ, അല്ലേ? എന്നാൽ കാമുക സ്നേഹത്തിൽ അങ്ങനെയല്ല. ഇരു കൂട്ടർക്കും തിരിച്ച് പ്രതീക്ഷകളില്ല. മറിച്ച് തൻ്റെ പ്രേമഭാജനത്തിൻ്റെ സുഖം തൻ്റെ സുഖം, തൻ്റെ പ്രേമഭാജനത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖം. മനസ്സിലായോ? ഹൃദയം ഒന്ന്, ശരീരം രണ്ടാണെങ്കിലും. മനസ്സിലായോ? അതുകൊണ്ട് കൗസല്യയ്ക്ക് ഭയം. മഹാരാജാവ് സത്യസന്ധനാണ്, ധർമ്മനിഷ്ഠനാണ്. അദ്ദേഹം രാജസഭയിൽ അനൗൺസ് ചെയ്തതാണ് എന്ത്? നാളെ രാമനെ പട്ടാഭിഷേകം ചെയ്യുമെന്ന്. പക്ഷേ കൈകേയിയുടെ അടുത്ത് പോകുമ്പോൾ മഹാരാജാവ് അദ്ദേഹത്തിന് കാമുകനും, രാജകുമാരി അദ്ദേഹത്തിന് കാമുകിയാണ്. അവിടെ ചെല്ലുമ്പോൾ കൈകേയി മറിച്ച് ആവശ്യപ്പെട്ടാൽ രാജാവിന് അതിന് നോ പറയാൻ പറ്റില്ല. ശരിയല്ലേ? അവിടെ ഈ വാക്കിലൂടെ അത് ആരാ പറയണത്? മഹാരാജാവിൻ്റെ ഒരു പത്നിയാണ് പറയണത്. ഇതിലൂടെ എന്താ നമ്മളെ പഠിപ്പിക്കണത്? തൻ്റെ ഉള്ളിലെ കാമുകി നഷ്ടപ്പെട്ടതിൻ്റെ, രാജാവ് തൻ്റെ കാമുകനായിരുന്നു, തൻ്റെയും കാമുകനായിരുന്നു, താൻ രാജാവിനും കാമുകിയായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. അപ്പം തന്നിലെ കാമുകി മരിച്ചതിൻ്റെ, നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കുറ്റബോധമം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം അതൊന്നും ഉച്ചത്തിൽ പറയല്ലേ കവി. അതുകൊണ്ടാണ് പറഞ്ഞത് വിവാഹാനന്തരം ഈ കാമുക ഭാവം ഭർത്താവിലും ഭാര്യയിലും സജീവമായി നിന്നാൽ ആ ബന്ധം ഈടുറ്റതാവും, പ്രതീക്ഷകളുണ്ടാവില്ല എന്ന്. മനസ്സിലായോ? മാത്രമല്ല, ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണാം, അത് അവിടെ എത്തുമ്പോൾ കാണാം നമുക്ക്. അത് കഴിഞ്ഞു. അപ്പം ഇത്രയാ കൈകേയിയുടെ ആ സ്നേഹം. ശരി, മഹാരാജാവ് കൈകേയിയോട് നേരിട്ട് പറയാൻ വേണ്ടി വന്നു. സാധാരണ എങ്ങനെയാ പറയണു? പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷവതിയായിട്ട് ഭർത്താവ് വരണത് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കും കൈകേയി എന്നാ പറയണേ. മഹാരാജാവ് അന്ന് വലിയ പ്രതീക്ഷയോട് വരുമ്പോഴോ എന്നും തന്നെ കാത്തു നിൽക്കുന്ന, സുസ്മേരവദനയായി കാത്തു നിൽക്കുന്ന ഭാര്യ കാണാനില്ല. അപ്പം തുടങ്ങി അതിന് ടെൻഷൻ. മനസ്സിലായോ? കാരണം അദ്ദേഹത്തിന് എന്താ പേടി? ഇവളെങ്ങനെ ആവശ്യപ്പെടുമോ എന്നുള്ള വിചാരം ഉള്ളിലുണ്ട്. അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മറച്ച് ചെയ്തതേ. മനസ്സിലായില്ലേ? അപ്പം നമ്മളെപ്പോഴും നോക്കിയിട്ടുണ്ടോ, നമ്മൾ അറിയാണ്ട് തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഫീലിംഗ് ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് എന്ന് പറയും, നമ്മുടെ മനസാക്ഷി നമ്മളെ ഇങ്ങനെ ചോദ്യം ചെയ്ത് കുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്വസ്ഥത പോവും, ശാന്തി പോവും, നമുക്ക് ഭയം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ തണ്ടായി. അവിടെ ഒന്ന് തോഴിമാരോട് ചോദിച്ചു. അതുകൊണ്ട് അവരവിടെ കോറാലയത്തിൽ അവിടെ വിഷമിച്ച് ദുഃഖിച്ച് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയിട്ട് എന്താ വിഷമം എന്ന് ചോക്ക് സമാധാനിപ്പിച്ചാലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എന്തുണ്ടായത്? എത്ര തങ്കം പോലെയുള്ള സ്വഭാവമാണ് കൈകേയിയുടെ. കൈകേയി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അല്ലേ? കൈകേയിയുടെ അടുത്ത് മന്ധര ഈ വർത്തമാനം ഒന്ന് പറഞ്ഞു, അല്ലേ? മന്ധരയാണ് പറഞ്ഞത്. മന്ധര വന്ന് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ മൂഢേ? ഒരു റാണിയോട്, ഒരു തോഴിക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശ സ്വാതന്ത്ര്യം ആര് കൊടുത്തു? അപ്പോൾ അതിൻ്റെ പുറകിലെ കഥ നോക്കണം. മിഥില രാജാവും കേകയ രാജാവും തമ്മിൽ പണ്ടേ ഉണ്ട് ശത്രുത. മനസ്സിലായോ? പല യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദശരഥൻ വളരെ പവർഫുൾ രാജാവാണ്, ദേവന്മാരെ പോലും സഹായിക്കാൻ പോണ ആളാണ്. അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ ഇരു കൂട്ടരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ധർമ്മനിഷ്ഠനായതുകൊണ്ട് അദ്ദേഹം ന്യൂട്രലായി നിൽക്കുക, നിഷ്പക്ഷന, ആരോടും ചേർന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 80-ാം വയസ്സിൽ തനിക്കൊരു ഉണ്ണി ഉണ്ടാവാനുള്ള ആഗ്രഹം കൊണ്ട് കൈകേയിയുടെ അടുത്ത്, കേകയ രാജാവിൻ്റെ അടുത്ത് വിവാഹാലോചനയായിട്ട് മഹാരാജാവിൻ്റെ ആൾക്കാരെത്തണത്. കേകയൻ ഇത് നല്ല അവസരമായിട്ടെടുത്തു. എന്താ കാരണം? ദശരഥനെ തൻ്റെ മരുമകനായി കിട്ടിയാൽ പിന്നെ ഒരിക്കലും ദശരഥൻ തനിക്കെതിരെ പ്രവർത്തിക്കില്ലല്ലോ, അല്ലേ? മാത്രമല്ല മിഥില രാജാവിനെ ജയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല തൻ്റെ മകളിലുണ്ടാവുന്ന പുത്രൻ അയോധ്യയിലെ രാജാവും കൂടി ആയാലോ പിന്നെ ഈ ലോകത്തിൽ ഒരു ശക്തിയും പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതല്ലേ? എന്നും അങ്ങനെ തന്നെയാണ് ആൾക്കാരെങ്ങനെയാണ്. അപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരുടെ ആയിട്ടാണ് മക്കൾ കല്യാണ സംബന്ധങ്ങൾ നടത്തുക, അല്ലേ? തമിഴ്നാട്ടിലൊക്കെ പോയ അമ്മാവൻ മരുമകളെ കല്യാണം കഴിക്കുന്ന പറഞ്ഞത് ഇതിന് സ്വത്ത് പോകാണ്ടിരിക്കാൻ. ഇതിന് പണ്ടൊക്കെ എങ്ങനെ ചെയ്തിരുന്നു? രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ് വലിയ പന്തയങ്ങൾ നടത്തും. എന്തില്ല? മത്സരങ്ങൾ. അതിൽ ജയിച്ചാലേ ഉള്ളൂ. എന്താ നല്ല ശക്തന്മാരെ സ്വന്താക്കി മരുമക്കളാക്കി വെച്ച, ബന്ധുവാക്കി വെച്ച രാഷ്ട്രത്തെ വലുതാക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു. അതുകൊണ്ടാണ് ഈ വയസ്സനായ ആൾക്ക് ഈ സുന്ദരിയും ചെറുപ്പക്കാരത്തിയായ കൈകേയിയെ കേകയൻ സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്ത്. മനസ്സിലായോ?
ഇത് പെൺകുട്ടിയാണ്, കളിച്ച് നടക്കുന്ന പ്രായമാണ്. കൊട്ടാരത്തിൽ ഇപ്പോൾ എല്ലാ സുഖഭോഗങ്ങളിലും മുഴുകുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും മറന്നുപോകും. അതുകൊണ്ട് സമയത്തിന് അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലും ചെലവും കൊടുത്ത് മന്ദര അയച്ചേക്കണത്. മന്ദരയ്ക്ക് അവിടെ തോഴിയുടെ സ്ഥാനമല്ല, ഒരു തോഴിപ്പണിയില്ല. കൊട്ടാരത്തിൽ വേറൊരു അരമനയിൽ ഇങ്ങനെ സുഖമായിട്ട് റാണിയെ പോലെ കഴിയുക. മനസ്സിലായോ? ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുക കെ മഹാരാജാവ്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അക്കൗണ്ടിൽ പണം അവരയച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? സാലറി അവിടെ നിന്നാ. അപ്പോൾ ഇവളെ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പം തന്നെ മന്ദര കാണുമ്പോൾ എന്താ അലങ്കാരങ്ങൾ ചെയ്യുന്നു. അന്വേഷിച്ച് മനസ്സിലായി രാമൻ്റെ പട്ടാഭിഷേകമാണെന്ന്. അവൾക്ക് ഓൾറെഡി ഒരു അബദ്ധം പറ്റിയിരിക്കുക. അവളെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത്? ഒരു കാരണവശാലും മിഥിലനുമായി ഇവർക്ക് അയോധ്യ രാജാവിന് ബന്ധം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെടുന്നനെ ഒരാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാണ്ടിരിക്കുമ്പോൾ തൻ്റെ യാഗരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ കൂട്ടിയിട്ട് പോയതാ. തിരിച്ചു വരുമ്പോൾ മിഥിലൻ്റെ 4 മക്കളെ കല്യാണം കഴിച്ച് ഇവിടുത്തെ 4 രാജകുമാരന്മാർ ബന്ധം ഉണ്ടാക്കിയിട്ടാണ് വരണേ. മന്ദരയ്ക്ക് ഇതിനേക്കാൾ വലിയ അടി കിട്ടാനുണ്ടോ? ആലോചിച്ച് നോക്കൂ. തൻ്റെ മിഷൻ ആദ്യം പരാജയപ്പെട്ടു അല്ലേ? ഏതൊരു ഉദ്ദേശത്തിലാണ് തന്നെ അയച്ചത് പരാജയപ്പെട്ടു. അതിൽ കേകയൻ അവളെ ശാസിച്ചിരിക്കുക. ഇനി അടുത്തതെന്താ? പട്ടാഭിഷേക. ആ പട്ടാഭിഷേകം കൂടി രാമന് വന്നാൽ കഴിഞ്ഞില്ലേ? പിന്നെ ഈ കേകയൻ്റെ സ്വപ്നം മുഴുവൻ തകർന്നു പോയില്ലേ മിഥിലനുമായി സ്ട്രോങ് ബന്ധമുണ്ടായാൽ? അതുകൊണ്ട് അവൾക്ക് ഇരിക്കപ്രതിയില്ലാണ്ടായി. അവൾ നേരെ കൈകേയിയുടെ കൊട്ടാരത്തിൽ വന്നു. കൈകേയെ വിളിച്ചു പറയാണ്, മൂഢേ, നീ ഒന്നും അറിയാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങിക്കോ. ഒരാൾക്ക് നിന്നെ സഹായിക്കാൻ ഇവിടെ ഇല്ല, അറിയോ നിനക്ക്? എന്താ നീ ഇങ്ങനെ പറയണത്? എന്താ ഈ ഒരുക്കങ്ങളൊക്കെ? രാമന് പട്ടാഭിഷേകം നാളെ. ഒട്ടനെ കിട്ടിയ ആഭരണങ്ങൾക്ക് സമ്മാനം കൊടുക്കേണ്ടായത് കൈകേയി അല്ലേ? രാമൻ്റെ പട്ടാഭിഷേകത്തിന് നീ എന്തിനു പരിഭ്രമിക്കണം? ആ വരികളൊക്കെ നമ്മൾ വായിച്ചാൽ തങ്കം പോലെയുള്ള മനസ്സാണ് കൈകേയിയുടെ അല്ലേ? രാമനെ എൻ്റെ പുത്രനേക്കാളും എനിക്കിഷ്ടം രാമനെയാണ്. രാമന് സ്വന്തം അമ്മയേക്കാളും ഇഷ്ടം എന്നോടാണ്. എനിക്ക് തന്നിട്ടേ സ്വന്തം അമ്മയ്ക്ക് പോലും എന്തെങ്കിലും കൊടുക്കൂ രാമൻ. ആ രാമനെക്കുറിച്ച് നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഇങ്ങനെ പറയുമ്പോൾ എത്ര നല്ല മനസ്സ് കൈകേയിയുടെ. ഈ കൈകേയിയുടെ മനസ്സിനെ കുറച്ച് നേരം കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കൈ കൊടുത്തു അല്ലേ? എടുവരുത്തി ആര്? മന്ദര. രാമായണം ആദ്യം നമ്മളെ പഠിപ്പിക്കണം എന്താ? ബി അവെയർ ഓഫ് മന്ദരാസ്. മനസ്സിലായോ? നമ്മുടെ കുടുംബ ബന്ധം തകർക്കാനുണ്ടാവും, സുഹൃത്ത് ബന്ധം തകർക്കാനുണ്ടാവും. മനസ്സിലായോ? എവിടെയുണ്ടാവും ഇത്തരം തകർക്കണ മന്ദരകൾ. മന്ദര സ്ത്രീ ആവണമെന്നില്ല, മന്ദര പുരുഷനാവാം. എന്താണ്? ഇവരെക്കുറിച്ച് വേണ്ടാത്ത അവരോട് പോയി പറയാ, അവരെക്കുറിച്ച് വേണ്ടാത്ത ഇവരോട് പോയി പറയാ. ഇവരാണ് മന്ദരമാര്. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെക്കുറിച്ച് മോശമായിട്ട് നമ്മളോട് വന്ന് പറയാൻ വന്നാൽ തീർച്ചയായിക്കോണം മന്ദരയാണ്. കാതു കൊടുക്കരുത്. കൊടുത്തോ പെട്ടു നിങ്ങൾ. പിന്നെ ആ അറിവ് വെച്ചിട്ട്, ആ കണ്ണട വെച്ചിട്ട്, ആ പ്രീ കൺസീവ്ഡ് നോഷനോടുകൂടി ആ വ്യക്തി നമ്മൾ കാണുള്ളൂ. മുൻവിധി വന്നു കഴിഞ്ഞു. ശരിയോ? നമ്മുടെ ബന്ധങ്ങൾ തകർന്ന എവിടെയാ? മുൻവിധി വരണു. ആ വ്യക്തി എങ്ങനെയാണ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റണില്ല ആസിറ്റീസായിട്ട്. ശരിയോ? അത് അപകടം. ഇത്തരം മന്ത്രകളെ സൂക്ഷിച്ചോണം.